ഏറ്റെടുക്കൽ നിയമം നടപ്പിലാക്കാൻ സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയുടെ ശുപാർശ മറികടന്ന് ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതായ ആരോപണം. 2014-ൽ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതി ശുപാർശ ചെയ്ത ചട്ടങ്ങളിലാണ് മാറ്റം വരുത്തിയത്. നിലവിൽ വന്ന ചട്ടങ്ങളിൽ പാളിച്ചയുണ്ടെന്ന് അധികൃതരെ അറിയിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെന്ന് സമിതി അംഗമായ മുൻ ഡെപ്യൂട്ടി കളക്ടർ VK ബാലൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ജനുവരി 1 മുതൽ രാജ്യത്തുടനീളം ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ഭേദഗതി കൊണ്ടുവരികയും നിയമത്തിലൂന്നിക്കൊണ്ട് ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. എന്നാൽ സമിതി ശുപാർശ ചെയ്ത ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയാണ് ഭൂമി ഏറ്റെടുക്കൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്ന് സമിതി അംഗമായ VK ബാലൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതോടെ നിരവധി പാളിച്ചകൾ സംഭവിച്ചു. സമിതി ശുപാർശ ചെയ്ത ചട്ടങ്ങൾ പ്രകാരം ഭൂവുടമകൾക്ക് കൂടുതൽ ആനുകൂല്യവും ഭൂമിയിൽ നിന്നും ഇറങ്ങുന്നതിന് സാവകാശവും ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഇതിൽ മാറ്റം വരുത്തിയാണ് ചട്ടങ്ങൾ തിരുത്തിയതെന്നും VK ബാലൻ ആരോപിച്ചു. ഞങ്ങൾ റൂൾസൊക്കെ ഫ്രെയിം ചെയ്തു, വിത്തിൻ 3 months അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അത് ഫൈനലായിട്ടും പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ കണ്ടമാനം തെറ്റുകൾ, ഇറഗുലാരിറ്റീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ സെക്ഷൻ ഓഫീസറെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും മാത്രമല്ല ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി റോഡുകൾ, പാലങ്ങൾ, ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്ന ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് VK ബാലൻ ആവശ്യപ്പെടുന്നത്. ഈ 11(1) നോട്ടിഫിക്കേഷനിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അത് ആക്ട് പ്രകാരം 60 ദിവസമാണ്. മറിച്ച് റൂളിൽ പറയുന്നത് 15 days ആണ്. അങ്ങനെ കണ്ണൂർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത പ്രകാരം ഞാനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അസിസ്റ്റൻറ്റും കൂടിയാണ് AGൻ്റെ അടുത്ത് പോയിട്ട് അത് കൺവിൻസ് ചെയ്ത് കൊടുത്തത്. അത് പ്രകാരം ഇപ്പോഴും ആ തെറ്റ് ആവർത്തിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പുതിയ ഗവൺമെൻറ്റുമായിട്ടൊന്ന് ടേക്കപ്പ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് നോക്കാം. അധികാരത്തിലെത്തിയ UDF സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും ചട്ടങ്ങൾ പുനഃപരിശോധിച്ച് പാളിച്ചകൾ പരിഹരിക്കണമെന്നും സമിതി അംഗം VK ബാലൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.